നമസ്കാരം. പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം. ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും. ഓണം കഴിഞ്ഞ് ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം. ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം. ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ EMI ഫെസ്റ്റിലൂടെ മാസം വെറും 1100 രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം. ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ 0 ഡൗൺ പേയ്മെന്റിലൂടെ. കൂടാതെ 10% മുതൽ 50% വരെ ഓഫറും. കണ്ടീഷൻ സപ്ലൈ. ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്. ആഘോഷത്തിനിടയിലെ ഓഫറല്ല, ആഘോഷമാക്കേണ്ട ഓഫർ. ലഹരിമുക്തമാക്കാൻ MLAയുടെ നേതൃത്വത്തിൽ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകി. തേഞ്ഞിപ്പലം വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിൽ ലഹരിമുക്തമാക്കാൻ വിവിധ കർമ്മ പദ്ധതികളുമായി P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജനകീയ സമിതി തീരുമാനിച്ചു. കാലിക്കറ്റ് സർവകലാശാല ഓഡിറ്റോറിയത്തിൽ MLA വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെയും വിവിധ മത, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനാ പ്രതിനിധികളുടെയും വിദ്യാഭ്യാസ സ്ഥാപന മേധാവികളുടെയും യോഗത്തിലാണ് തീരുമാനം. വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിൽ ലഹരിക്കെതിരെ വാർ റൂം ആരംഭിക്കും. മണ്ഡലം തലത്തിൽ ലഹരിക്കെതിരെ ജനകീയ സമിതിയും രൂപീകരിച്ചു. സമിതിയിൽ MLA ചെയർമാനായും എക്സൈസ് പരപ്പനങ്ങാടി റേഞ്ച് ഇൻസ്പെക്ടർമാർ കൺവീനറായും തിരൂരങ്ങാടി, കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പെരുവള്ളൂർ, മൂന്നിയൂർ, തേഞ്ഞിപ്പലം, വള്ളിക്കുന്ന്, ചേലേമ്പ്ര, പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് ചെയർമാൻമാരായും മണ്ഡലത്തിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർമാർ അംഗങ്ങളായും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ സംഘടനാ പ്രതിനിധികൾ, വ്യാപാരി വ്യവസായ സംഘടനാ പ്രതിനിധികൾ അംഗങ്ങളായും AEO പരപ്പനങ്ങാടി, AEO കൊണ്ടോട്ടി, AEO വേങ്ങര ജോയിന്റ് കൺവീനർമാരായും സ്കൂൾ പ്രിൻസിപ്പൽമാർ, പ്രധാനാധ്യാപകർ, സ്കൂൾ PTA പ്രസിഡന്റുമാർ, കോളേജ് പ്രിൻസിപ്പൽമാർ, തേഞ്ഞിപ്പലം, പരപ്പനങ്ങാടി, കൊണ്ടോട്ടി, തിരൂരങ്ങാടി പോലീസ് SOHമാർ, മാധ്യമപ്രവർത്തകർ എന്നിവർ സമിതിയിൽ അംഗങ്ങളായിരിക്കും. നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ആ കുടുംബങ്ങൾ തുടങ്ങുമ്പോൾ മാത്രമേ നമ്മൾ സമൂഹം നന്നാവുള്ളൂ. ഈ സമൂഹത്തിലൂടെ ഈ രീതിയിലാണ് പറയാം. പിന്നെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിൽ തന്നെ ഇവിടെ ഒരുപാട് ഇപ്പോൾ ഇവിടെ VC അദ്ദേഹം പറഞ്ഞതിന് സാധ്യങ്ങൾ പരിശോധിക്കേണ്ടത്. ഒരു കിലോയിൽ ഒരു 50 ഗ്രാം കുറഞ്ഞ സ്മോൾ ക്വാണ്ടിറ്റിയാണെങ്കിൽ ഉപയോഗിക്കാൻ കഞ്ചാവുണ്ട്. വാർഡ് തല സമിതി. വാർഡ് തലത്തിൽ വാർഡ് മെമ്പർമാർ, ചെയർമാനായ സമിതിയിൽ അയൽക്കൂട്ടം പ്രസിഡന്റ്, സെക്രട്ടറിമാർ, ക്ലബ് പ്രതിനിധി, വായനാശാല പ്രതിനിധി, സ്കൂൾ പ്രിൻസിപ്പലോ പ്രധാന അധ്യാപകനോ നിയമിക്കുന്ന അധ്യാപകൻ കൺവീനറായിരിക്കും. എക്സൈസ് ഇൻസ്പെക്ടറുടെ പ്രതിനിധി, പോലീസ് SHOയുടെ പ്രതിനിധി, മഹൽ ഭാരവാഹി പ്രതിനിധി, ക്ഷേത്ര ഭാരവാഹി പ്രതിനിധി, വാർഡിലെ അഡ്വക്കേറ്റ് എന്നിവരും അംഗങ്ങളായിരിക്കും. മൈക്രോ ലെവൽ സമിതി വാർഡിലെ ഓരോ 50 വീടുകൾ നിരീക്ഷിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കും. ഇതിന് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ രൂപം നൽകും. കുടുംബശ്രീ അംഗങ്ങൾക്കായിരിക്കും നിരീക്ഷണ ചുമതല. മൈക്രോ ലെവൽ സമിതി ആഴ്ചയിൽ എല്ലാ ശനിയാഴ്ചയും യോഗം ചേർന്ന് റിപ്പോർട്ട് വാർഡ് സമിതിയെ അറിയിക്കണം. വാർഡ് സമിതി ശേഖരിച്ച വിവരങ്ങൾ പഞ്ചായത്ത് തല സമിതിക്കും പഞ്ചായത്ത് സമിതി മണ്ഡലതല സമിതിക്കും റിപ്പോർട്ട് കൈമാറും. ഇതിനു പുറമെ ലഭിക്കുന്ന വിവരങ്ങൾ കൃത്യമായി ശേഖരിച്ച് ഓരോ സമിതിയുടെയും കൺവീനർമാർ പോലീസിനെയും എക്സൈസിനെയും കൈമാറും. പഞ്ചായത്ത് തല, വാർഡ് തല ജാഗ്രതാ സമിതി സജീവമാക്കാനും നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ ഏപ്രിൽ 7 തിങ്കളാഴ്ച ലഹരി വിരുദ്ധ ദിനമായി വിപുലമായി ആചരിക്കും. അന്നേ ദിവസം ബഹുജന റാലിയടക്കം പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിക്കും. എല്ലാവരും പൊതുവെ അംഗീകരിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പറയാനും കൂടി പറയാണ്. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. ഞങ്ങൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ബജറ്റായിരുന്നു കഴിഞ്ഞ 28-ാം തീയതി. ഞങ്ങളുടെ ബജറ്റിൽ ഞങ്ങൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു പദ്ധതി സ്വഭാവത്തിൽ എമർജൻസി ആയിട്ടൊരു യോഗം സംഘടനുണ്ട്. മാധ്യമ സുഹൃത്തുക്കളുടെ പങ്ക് ഏറെ വലുതാണ് ഇതിൽ. നാളത്തെ പത്രദൃശ്യ മാധ്യമങ്ങളിൽ വരേണ്ട വാർത്ത നമ്മളെല്ലാം ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ ഇന്ന് നേരിട്ടിരിക്കുന്ന വിപത്തിനെ നമുക്ക് തുടച്ചു മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ നമ്മൾ അവരോട് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ താഴോട്ട് ഇറങ്ങി വരാൻ കുട്ടികൾക്ക് മടിയാ. ആ രീതിയിലേക്ക് നമ്മുടെ മക്കൾ നേരത്തെ പറഞ്ഞു. വള്ളിക്കുന്ന് മണ്ഡലത്തിൽ ലഹരിക്കെതിരെ ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു. ഏകദേശം 400ഓളം പേർ അതിൽ പങ്കെടുത്തിരുന്നു. നമ്മുടെ കോഴിക്കോട് സർവകലാശാല ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ആ മീറ്റിംഗ് നടന്നത്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ എല്ലാ മെമ്പർമാരും
നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, മതമേലധ്യക്ഷന്മാർ, സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി വ്യക്തിത്വങ്ങൾ, മതമേലധ്യക്ഷന്മാർ, ക്ലബ്ബുകൾ, ഈ തരത്തിലുള്ള എല്ലാ മേഖലകളിൽ നിന്നുള്ള ഏകദേശം 500ഓളം പേര് ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ഈ ലഹരി വിപത്തിനെതിരെ ഒന്നിച്ച് അണിനിരക്കാനും ഒന്നിച്ച് പ്രവർത്തിക്കാനും യോഗം തീരുമാനിച്ചു. ഇതുപോലെ MLA നിയോജക മണ്ഡലത്തിൽ വിളിച്ചു കൂട്ടിയതുപോലെ എല്ലാ പഞ്ചായത്തിലും ഇതുപോലെ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. താഴെ തട്ടിൽ ഇതിൻ്റെ പ്രവർത്തനം വ്യവസ്ഥാപിതമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മൈക്രോ ലെവൽ കമ്മിറ്റികൾ 50 വീടുകാരടങ്ങിയ ഓരോ കമ്മിറ്റികൾ രൂപീകരിച്ച് എക്സൈസിനൊപ്പവും പോലീസ് ഫോഴ്സിനോടൊപ്പവും നിന്നുകൊണ്ട് ഈ ലഹരിയുടെ വിപത്തിൽ നിന്ന് നാടിനെ മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടനവധി പദ്ധതികൾക്കും പരിപാടികൾക്കും കമ്മിറ്റിയിൽ രൂപം കൊടുക്കുകയുണ്ടായി. എല്ലാവരും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഒരുമിച്ച് ആ തീരുമാനത്തെ കൈയടിച്ച് സ്വാഗതം ചെയ്തു. ഇതിനു വേണ്ടിയുള്ള ഓഫീസ്, ജാഗ്രതാ സമിതി നിയോജക മണ്ഡലം തലത്തിലുള്ള ഓഫീസ് MLAയുടെ ആഫീസ് തന്നെയായിരിക്കും. MLAയുടെ ആഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഈ ലഹരിക്കെതിരെയുള്ള നിയോജക മണ്ഡലത്തിലെ കൂട്ടായ്മകൾക്ക് രൂപം കൊടുക്കുക. എല്ലാവരുടെയും ആത്മാർത്ഥമായുള്ള സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടാവണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. പോപ്പുലർ ന്യൂസ് തിരൂരങ്ങാടി.